ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സൗഭാഗ്യം ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ്. അതേസമയം നിങ്ങളുടെ ബെഡിന്റെ പൊസിഷൻ ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ലോസിലായിരിക്കും, തൊടുന്നത് മൊത്തം നഷ്ടമായിരിക്കും. ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ ബെഡ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പറ്റിപ്പായിരിക്കും, കടബാധ്യതയായിരിക്കും. നമ്മുടെ ബെഡിന്റെ പൊസിഷൻ മാറുമ്പോഴും നമ്മുടെ ഹെഡിന്റെ പൊസിഷൻ മാറുമ്പോഴും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊരു വീടിന്റെ പ്ലാനിലൂടെ അത് നോക്കാം. അപ്പം ഈ വീടിന്റെ പ്ലാനിൽ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നോക്കാം. ഇത് വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്ത് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് എവിടെ കിടക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഫെങ്ഷുയിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവിടെ ദിക്കുകൾക്ക് മറ്റൊന്നും പ്രാധാന്യമില്ല, ഫ്ലൈങ് സ്റ്റാറിൽ വന്നിരിക്കുന്ന നമ്പറുകൾക്കാണ് പ്രാധാന്യം. അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ ഈ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് 9-7 എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് എനർജി നിൽക്കുന്നത്. അപ്പം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിൽ കിടക്കും? ഈ 9-7 എന്ന് പറയുന്ന എനർജിയിൽ കിടക്കും. അത് വളരെ സൗഭാഗ്യം ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബെഡിന്റെ പൊസിഷൻ, ഇപ്പൊ ഇവിടെയാണ് നമ്മളുടെ ബെഡ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കും. അതായത് ഫെങ്ഷുയുടെ എനർജി ആ ഒരു സ്റ്റാർ നമുക്ക് തരും. അതേസമയം നിങ്ങളുടെ ബെഡിന്റെ പൊസിഷൻ ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ലോസിലായിരിക്കും, തൊടുന്നത് മൊത്തം നഷ്ടമായിരിക്കും. ചില കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറയുന്നതാണ്, സാറേ ഈ വീട്ടിൽ കയറി അന്ന് തൊട്ട് കഷ്ടകാലോ ദുരിതങ്ങളുമാണെന്ന്. ഇവരൊരു പക്ഷേ ഈ കോമ്പിനേഷനിലായിരിക്കും കിടക്കുന്നത്. ഇത് തെക്ക് വശത്ത് ഈ കോമ്പിനേഷൻ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഓരോ വീടിനും ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ മാറിക്കൊണ്ടേയിരിക്കും. അതിന് പല ഘടകങ്ങളുണ്ട്. അത് നമ്മൾക്ക് നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കൊണ്ട് ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിപ്പിച്ച, അല്ലെങ്കിൽ ആ ദിക്കിന്റെ ആ എനർജിയുടെ ആ റൂമിന്റെ എനർജി എന്താണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ആ റൂം നമുക്ക് സെലക്ട് ചെയ്യാതെ റൂമിൽ കിടക്കണോ എന്നുള്ളത്. അപ്പൊ ഇതാണെങ്കിലോ ടോട്ടൽ ലോസ് ആയിരിക്കും. ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ ബെഡ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പറ്റിപ്പായിരിക്കും, കടബാധ്യതയായിരിക്കും. 3 ദിക്കുകളിൽ 3 ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ, ഓരോ ഫ്ലൈങ് സ്റ്റാർ നമ്പർ സ്ഥിതിക്കുന്ന സ്ഥലത്തും ഓരോ എനർജി. സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടാവും. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ ദിക്കിനെല്ലാം പറയുന്നത് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ 9-7 അത് 5-2 ആണെങ്കിലോ 5-2 ആണെങ്കിൽ ടോട്ടൽ ലോസ്. ഇവിടെ ആണെങ്കിലോ പറ്റിപ്പും കടബാധ്യതയും. അതാണ് ഒരു കാര്യം. ഇനി അത് ദിക്കിൽ എവിടെയാണോ അതിന്റെ ബെഡിന്റെ പൊസിഷൻ, ആ ഒരു എനർജി നമ്മളെ ബാധിക്കും. ഇനി ഹെഡ് പൊസിഷൻ, അതായത് നമ്മൾ എങ്ങോട്ട് തലവെച്ച് കിടക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ വാസ്തുവിൽ പറയുന്നു നമുക്ക് തെക്കോട്ട് തലവെച്ച് കിടക്കാം, കിഴക്കോട്ട് തലവെച്ച് കിടക്കാം, വലതുവശം ചരിഞ്ഞെണീക്കാം എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. ഇത് വാസ്തുവിന്റെ നിയമങ്ങളാണ്. അതേസമയം ഫെങ്ഷുയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച്, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിളോടെ എടുക്കാം. രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഏപ്രിൽ 10, 1974 ഏപ്രിൽ 10, 1974 ഇദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നും ഇദ്ദേഹത്തിന് ഒരു കുവാ നമ്പർ ഉണ്ട്. ഒരു കുവാ നമ്പർ കണ്ടുപിടിക്കാം. കുവാ നമ്പർ കണ്ടുപിടിക്കുന്ന വിധമൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡേറ്റിലെ ഇദ്ദേഹത്തിന്റെ കറക്റ്റ് കുവാ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി, അതിൽ നിന്ന് കുവാ നമ്പർ കിട്ടി. ഈ കുവാ നമ്പർ പ്രകാരം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാഗ്യമുള്ള 4 ദിക്കുകളുണ്ട്. മൊത്തം എത്ര ദിക്കുകളുണ്ട്? 8 ദിക്കുകളുണ്ട്. അതിൽ 4 ഇദ്ദേഹത്തിന് ഭാഗ്യമാണ്. ഇദ്ദേഹത്തിന്റെ ഭാഗ്യപ്പെട്ട 4 ദിക്കുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് സൗത്ത് വെസ്റ്റ്, രണ്ടാമത്തത് നോർത്ത് വെസ്റ്റ്, മൂന്നാമത്തത് വെസ്റ്റ്, നാലാമത്തത് നോർത്ത് ഈസ്റ്റ്. ഈ ഓരോ ദിക്കുകൾക്കും ഓരോ സൗഭാഗ്യങ്ങളുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ദിക്ക് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്. അപ്പൊ ഇദ്ദേഹം സൗത്ത് വെസ്റ്റിലോട്ട് തലവെച്ച് കിടക്കുകയോ സൗത്ത് വെസ്റ്റിലോട്ട് നോക്കിയിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് കിടക്കേണ്ട ബെഡിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും? സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പം ഈ റൂമിന്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. മൊത്തം വീടിനല്ല, ഈ റൂമിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ റൂമിൽ ഇദ്ദേഹത്തിന്റെ ബെഡിന്റെ പൊസിഷൻ ഏത് രീതിയിലായിരിക്കണം? ഈ റൂമിലെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് 9-7 ആണ്. അപ്പൊ നല്ല സ്റ്റാർ ഉള്ള സ്ഥലത്ത് ഇദ്ദേഹത്തെ കിടക്കാനായിട്ട് നമ്മൾ റൂം ഉണ്ടെന്ന് നോക്കിയപ്പോൾ നല്ല റൂം അവിടെ ഉണ്ട്, അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് എല്ലാം ഫെങ്ഷി നിയമങ്ങളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബെഡ് ഒരു അല്പം ചരിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് അവിടെ കിടക്കേണ്ടത്. എന്നാൽ മാത്രമേ ഈ ഒന്നാമത്തെ ഡയറക്ഷനായ സൗത്ത് വെസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ പല വീടുകളിൽ ഇതൊരു അസൗകര്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണെന്ന് തോന്നും? രണ്ടാമത്തെ ദിക്ക്, ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ദിക്ക് ഫെങ്ഷുയിൽ പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ്. ഇത് ആരോഗ്യത്തിന്റെ ദിക്കാണ്. മൂന്നാമത്തെ ദിക്ക് വെസ്റ്റ് ആണ്. ഇത് സ്നേഹത്തിന്റെ ദിക്കാണ്. നാലാമത്തെ ദിക്ക് നോർത്ത് ഈസ്റ്റ് ആണ്. ഇത് വിദ്യാഭ്യാസത്തിന്റെയും
വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും ദിക്കാണ്. അപ്പൊ നമുക്ക് ഈ വീട് ദിക്കിലെ വീടായതുകൊണ്ട് ഈ 3 ദിക്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കട്ടില് ഒരു ഡയഗണലായിട്ട് ഇട്ടിട്ടേ കിടക്കാൻ പറ്റും. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടിട്ട് കിടക്കണമെങ്കിൽ നമുക്ക് ഒരേ ഒരു ഡയറക്ഷനേ ഉള്ളൂ, അത് വെസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂമിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ബെഡ് ഇട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഈ ബെഡിനെ നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം, ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പം 2 കാര്യങ്ങൾ, ഒന്ന് നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറിൽ ഇദ്ദേഹത്തിന് കിടക്കാൻ പറ്റി, 2 ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ഡയറക്ഷനിലേക്ക് കിടക്കാൻ പറ്റി. ഇതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്, ബെഡിന്റെ ഡയറക്ഷനും ഹെഡിന്റെ ഡയറക്ഷനും. അതായത് നല്ല എനർജി ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി ബെഡ് ഇടുക, ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കുക. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ബെഡിന്റെ പൊസിഷനോ ഹെഡിന്റെ പൊസിഷനോ മാറുമ്പോൾ ജീവിതം മാറുമെന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ഇവിടത്തെ നോക്കി, ഇപ്പൊ ഇവിടെ തെക്ക് വശത്ത് 5-2-ലാണ് കിടക്കുന്നത്, വളരെ മോശം ഒരു എനർജിയാണ്. അവിടെ ചെന്ന് കിടന്ന ടോട്ടൽ ലോസ് ആയി. എന്നിട്ട് ഇദ്ദേഹം ഇവിടെ കിടന്നിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ തല കിഴക്കോട്ട് നോക്കി വെച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഭാഗ്യദിക്കിൽ ഈസ്റ്റ് ഉണ്ടോ, കിഴക്കുണ്ടോ? ഇല്ല. അപ്പൊ ഇദ്ദേഹം കിടക്കുന്നത് ബാഡ് ഡയറക്ഷനിലാണ്. ഇദ്ദേഹത്തിന്റെ എല്ലാ ഈസ്റ്റും ബാഡ് ഡയറക്ഷൻ എന്നല്ല പറയുന്നത്, ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ച ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ കുവാ നമ്പർ 8 ആണ്, ഇദ്ദേഹത്തിന്റെ ലക്കി ഡയറക്ഷൻസിൽ ഈസ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ഈ കിഴക്കോട്ട് തലവെച്ച് കിടന്നാൽ ഇദ്ദേഹത്തിന്റെ ബാഡ് ഡയറക്ഷൻ ആണ്. അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഇദ്ദേഹത്തെ പിന്തുടരും. കാരണം ഇദ്ദേഹത്തിന്റെ ഹെഡിന്റെ ഡയറക്ഷൻ തെറ്റാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 2 എന്ന് പറയുന്ന ഒരു നക്ഷത്രം, അതെന്ന് പറയുന്നത് ചൈനീസ് വാസ്തുവിലെ ഫെങ്ഷു പ്രകാരം ഓരോ നക്ഷത്രങ്ങളുണ്ട്, അതിന് ഓരോ സ്വഭാവമുണ്ട്. 2026 സംബന്ധിച്ചിടത്തോളം നോർത്ത് വെസ്റ്റ് കോർണറിൽ നിൽക്കുന്ന നക്ഷത്രം 2 ആണ്. അവിടെ ഇൽനെസ് ആണ്, അതായത് രോഗങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്റ്റാർ ആണ് അത്. അതിന് പരിഹാരമായിട്ട് 6 മെറ്റൽ കോയിൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് 6 ചൈനീസ് നാണയങ്ങൾ ഒരു റെഡ് റിബണിൽ കിട്ടിയത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ആ ദിക്കിന്റെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്രിസ്റ്റൽ ബോളുകൾ സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ്. അതുപോലെ ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബെഡിന് സമീപത്ത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള കലാബാഷ് അഥവാ ഉലു എന്ന് പറയുന്ന ഒരു കായാണ്. ഇത് നിങ്ങൾക്ക് ഹെഡിന്റെ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.